എന്തായാലും നഗ്നനായ അഘോരി സ്വാമിയെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുപ്പിച്ചത് മോശമായി. അവിടെ പങ്കെടുത്ത വനിതാ പത്രപ്രവർത്തകരും ഇവിടെ BJPയുടെ വനിതാ പ്രവർത്തകരും ഒക്കെ തന്നെ ആ ഹാള് വിട്ട് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു നമ്മളെ റോഡിൽ കൂടെ ഇറങ്ങി സഞ്ചരിച്ച് വോട്ട് പിടിച്ചാൽ എന്താണ് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നതിന് വേണ്ടി പറ്റില്ല. എനിക്ക് തോന്നുന്നൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ അഘോരി സ്വാമിയെല്ലാം അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിയമത്തെ യഥാർത്ഥത്തിൽ അവിടുത്തെ ഡീലെന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. കേരളത്തിലും ഡീലെന്ന് പറയുന്നത് വോട്ട് കച്ചവടം എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. അതിൻ്റെ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരോപണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് മുൻകൈയെടുത്ത് ഈ കച്ചവടം നടത്തുന്നതെന്നുള്ളതാണ്. കേരളത്തിൽ BJPക്കെതിരായും RSSനെതിരായും സമരം ചെയ്തിട്ടുള്ള ആരാണെന്ന് സംബന്ധിച്ചിടത്തോളം, കുറച്ച് നിലപാട് ആരാണെന്ന് സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളവരും രാജ്യത്ത് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പരിശോധിച്ചാൽ UDFന്റെ വോട്ടുകൾ BJPയിലേക്ക് എങ്ങനെ ഒഴുകി എന്നത് വ്യക്തമാണ്. VD സതീശൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെറും പുകമറയാണെന്ന് ഈ കണക്കുകൾ തെളിയിക്കുകയാണ്. 2011 UDFന് ലഭിച്ച 20,248 വോട്ടുകൾ 2016 വെറും 13,806 കുറഞ്ഞു. BJPക്ക് വേണ്ടി കോൺഗ്രസ് വോട്ടുകൾ അവിഹിതമായി മറിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ശക്തമായ പോരാട്ടം നടന്ന 2021 LDF വോട്ടുകൾ വർദ്ധിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ചപ്പോൾ BJP സഹായിക്കാനുള്ള കോൺഗ്രസിന്റെ ഡീൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിയമത്തെ വോട്ടുകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ BJP അക്കൗണ്ട് തുറക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. 2011 20,000-ലധികം വോട്ടുണ്ടായിരുന്ന UDF 2016 13,000-ലേക്ക് കൂപ്പുകുത്തിയത് ഏത് ഡീൽ പ്രകാരമാണെന്ന് VD സതീശൻ വ്യക്തമാക്കണം. സതീശിൻ്റെ ആരോപണങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പാപ്പരത്വവുമാണ്. സ്വയം വലിയ മതനിരപേക്ഷവാദി എന്ന് ചമയുന്ന സതീശൻ 2006 പരവൂരിൽ RSS സംഘടിപ്പിച്ച ഗോൾവാക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് എന്തിനായിരുന്നു? ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തിയ സതീശൻ അത് ഏത് രാഷ്ട്രീയ ഡീലിൻ്റെ ഭാഗമാണെന്ന് കേരളത്തോട് പറയണം. 2013 മറ്റൊരു പരിപാടിയുടെ പേര് പറഞ്ഞ് സ്ഥിരമായി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നോക്കേണ്ട 2006 ആ പരിപാടിയെ പറ്റിയുള്ള സതീശൻ്റെ മറുപടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. RSSന്റെ 2ാം സംഘചാലകനെ പൂവിട്ട് പൂജിക്കുവാൻ സതീശനെ കണ്ടെത്തിയ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 2006 ഫെബ്രുവരിയിലായിരുന്നു പരവൂർ മനക്കപ്പടി സ്കൂളിൽ ആ പരിപാടി നടന്നത്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2001 2006 തിരഞ്ഞെടുപ്പുകളിൽ സതീശൻ RSSന് പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. RSS പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ ആ ഗോൾവാക്കർ പൂജയെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. മതനിരപേക്ഷ കേരളത്തിന് മുന്നിൽ VD സതീശൻ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്വന്തം തട്ടകത്തിലെ RSS ബന്ധം ഒളിപ്പിച്ചു വെച്ച് LDFന് നേരെ വിരൽ ചൂണ്ടാൻ സതീശന് എന്ത് അർഹതയുണ്ടെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ്. രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമമണ്ഡലത്തിലെ സാമ്പത്തിക ഒഴുക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് പല നിലയിൽ രഹസ്യമായി ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക നിരീക്ഷകനെ വച്ച് അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി BJPയുടെ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുവാൻ നിർബന്ധിക്കുകയാണ്. ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇതിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ ആസാമിലത്തേക്ക് അടക്കം സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ത്യക്ക് അങ്ങേറ്റം വരെ ഇതിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പ് മേധാവികളെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ഏജന്റുമാരുമായി BJP മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയാണ് പോസ്റ്റൽ മാർഗത്തിലൂടെയും മറ്റും BJP കേരളത്തിലേക്ക് ഒഴുകുന്നത്. പണം നൽകി വോട്ട് വാങ്ങാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പില്ല.
എന്നാൽ ഒരു ഡേറ്റ് നിശ്ചയിക്കും. ഞാൻ ഡേറ്റ് നിശ്ചയിക്കണം. ഞാൻ ഡേറ്റ് നിശ്ചയിക്കാം. എൻ്റെ എവിടെ വെച്ച് നടത്താൻ നോക്കും. നിങ്ങളാരെങ്കിലും ഒരു മുൻകൈ എടുക്കുമോ മധ്യസ്ഥനായി? പൂജപ്പുര വെച്ച് നടത്താം. പൊതുസ്ഥലമാണ്. അദ്ദേഹം ഞാൻ പറയുന്നത്, ഞാനൊരു ഡേറ്റ് പറയാം. ഡേറ്റ് പറഞ്ഞ് സ്ഥലവും പറയാം. പൂജപ്പുര അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടല്ലോ, മൈതാനം പുറത്ത്. 29-ാം തീയതി എത്ര മണിക്ക്? രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ തയ്യാറാണ്. ഞാൻ പൂജപ്പുര സ്ഥലവും നിർദ്ദേശിക്കുന്നു. അതല്ല, ഈ 2 സ്ഥലവും തീയതിയും വേറെ മാറ്റിയാലും എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം പറഞ്ഞ തീയതിയിൽ ഞാൻ ക്രമീകരിച്ചു.